Hello friends, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന AM and PM റൂട്ടീൻ ഓഫ് സ്കിൻ കെയർ ആണ്. അതായത് രാവിലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതും വൈകിട്ടും നമ്മൾ എങ്ങനെയാണ് ഫേസിനെ സൂക്ഷിക്കേണ്ടത് എന്നുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ്. മിക്കവാറും പേര് നമുക്കൊരു പ്രോബ്ലം വന്നാൽ ഉടനെ ഫേഷ്യൽ ചെയ്യാറുണ്ട്, ബ്ലീച്ച് ചെയ്യാറുണ്ട്. അത് മാത്രമല്ല യഥാർത്ഥത്തിൽ പറഞ്ഞ ഒരു സ്കിൻ കെയർ എപ്പോഴും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ കാണാറില്ലേ, ദീപിക പത്കോൺ, പിന്നെ ആലിയ ഭട്ട്, അവരൊക്കെ എന്താ ചെയ്യുന്നത്? ക്ലെൻസർ യൂസ് ചെയ്യുന്നു, മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്, ഐസ് ക്യൂബ് നിറയെ എടുത്ത ഒരു ട്രേക്കകത്ത് ഫേസ് അവർ ഡിപ്പ് ചെയ്തെടുക്കുന്നു. ഇപ്പോൾ ഒരു സാധാ ഒരു വീട്ടമ്മയ്ക്കോ അല്ലെങ്കിൽ സാധാ ഒരു ഫാമിലിയിൽ വീട്ടുകാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ട് ഓഫീസ് ജോലിയൊക്കെ നോക്കുന്ന ഒരു ലേഡിക്ക് അതൊന്നും ചിലപ്പോൾ സാധ്യമാകില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് അതിന് സമാനമായ അല്ലെങ്കിൽ സിമിലർ ടു ദാറ്റ് എന്ന് മാത്രമല്ല, അതേമാതിരി നമുക്ക് എഫക്റ്റ് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുമായിട്ടാണ് ഞാനിന്നിവിടെ ഈ വീഡിയോയിൽ വന്നേക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ആദ്യം പരിചയപ്പെടുത്തുന്നത് വന്നിട്ട് ക്ലെൻസർ. ഇത് സെറ്റാഫിലിൻ്റെ ആണ്. ഈ സെറ്റാഫിലിൻ്റെ ഇതിൽ നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, എല്ലാ തരം സ്കിന്നുകാർക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ക്ലെൻസറാണ് ഇന്ന് ഞാൻ ഉപയോഗിക്കുന്നതിൽ ഒന്നാമതാണ്. രണ്ടാമതെന്ന് പറയുന്നത് പലതരം മോയ്സ്ചറൈസർ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ സെറ്റാഫിൽ എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് എല്ലാ തരം ആൾക്കാർക്കും യൂസ് ചെയ്യാവുന്നതാണ്. കാരണം അതിനകത്ത് ഡ്രൈ സ്കിൻ ആകട്ടെ, സെൻസിറ്റീവ് ആകട്ടെ, ഓയിലി സ്കിൻ ആകട്ടെ, ഏത് തരം ആൾക്കാർക്കും യൂസ് ചെയ്യാം. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പേഴ്സിനനുസരിച്ച് ഒരു പ്രോഡക്റ്റ് നമുക്ക് ഉപയോഗപ്രദമാക്കാവുന്നത് യഥാർത്ഥത്തിൽ പറഞ്ഞ ഈ സെറ്റാഫിൽ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് ആണ്. അതുമാതിരി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ ഇതുമാതിരി നമുക്ക് അവൈലബിൾ ആണ്, ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വാങ്ങാൻ പറ്റിയില്ല. ഇത് വളരെ കോസ്റ്റ് കുറവാണ്, ഒരു 300 റുപ്പീസിനകത്തേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം ഫില്ല് ചെയ്ത് വെക്കുന്നു, എന്നിട്ട് അത് ഫ്രീസറിൽ വെക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഐസ് ക്യൂബ് ആയി കിട്ടും. അപ്പോൾ ഈ ദീപിക പത്കോൺ അല്ലെങ്കിൽ ആലിയ ഭട്ടൊക്കെ ഈ ഒരു ബൗളിൽ വാട്ടർ ഡിപ്പ് ചെയ്യുന്നതിന് പകരം നമ്മളെപ്പോലുള്ളവർക്കൊക്കെ സാധാ ഇങ്ങനത്തെ ഒരു ഐസ് ക്യൂബ് ആയാലും മതി. ഇതും നമുക്ക് വയ്ക്കുമ്പോൾ ഭയങ്കര തണുപ്പ് തോന്നുന്നു, അങ്ങനെ ഒരു കഷ്ടം നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ ഒരു പീസ് ഐസ് ക്യൂബ് നമ്മൾ ഐസ് ട്രേയിൽ ഒഴിച്ചു വെക്കുമല്ലോ, ആ വാട്ടർ കൊണ്ടുണ്ടാകുന്ന ഐസ് ക്യൂബ് ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് വെച്ചിട്ട് ഒന്ന് റബ് ചെയ്യുക. അതായത് ആദ്യം ക്ലെൻസർ കഴിഞ്ഞാൽ ഒരു ഐസിങ് ഫേസിന് കൊടുത്തതിന് ശേഷം ഈ ഐസിങ് കൊടുക്കുമ്പോൾ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും ഇൻക്രീസ് ചെയ്യാൻ അത് നല്ലതാണ്. അപ്പോൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താണ് മോയ്സ്ചറൈസർ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഒരു സൺസ്ക്രീൻ. ഇപ്പം സൺസ്ക്രീന് പലതരം ബ്രാൻഡുകളിലുണ്ട്. ഈവൻ സൺസ്ക്രീൻ സെറം വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. അത് വളരെ ലൈറ്റ് വെയ്റ്റും ആണ്, എന്നാൽ നമ്മുടെ സ്കിന്നിന് അതൊരു ബാരിയർ ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത്. സെറ്റാഫിലിൻ്റെ ഈ ഒരു ഇതിൽ ജെന്റിൽ സ്കിൻ ക്ലെൻസർ എന്നാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈ ടു നോർമൽ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഇത് ലൈറ്റ് ബ്ലൂ കളറാണ്. ഇതിൻ്റെ തന്നെ 3-4 തരത്തിലെ ക്ലെൻസേഴ്സ് ഉണ്ട്. ഇതെന്ന് പറയുമ്പോൾ ചൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ എല്ലാവരുടെയും സ്കിൻ ഒരുപോലെ ആയിരിക്കില്ല. അപ്പോൾ വീട്ടിലെ എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സലായിട്ട് നമുക്ക് വാങ്ങി വെച്ചാൽ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇതാണ്. അപ്പോൾ ഇത് വാങ്ങിയാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നമ്മളിത് ഉപയോഗിക്കുന്നതിന് മുമ്പേ കൈ എപ്പോഴും വാഷ് ചെയ്തിരിക്കണം. ഹൈജീൻ വളരെ മസ്റ്റാണ്. ലൈറ്റായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. ഇത് നമ്മളിങ്ങനെ അത് കൈ കൊണ്ട് നല്ലോണം ഒന്ന് മസാജ് കൊടുക്കാം. അപ്പോൾ ഈ മസാജ് കൊടുത്തിട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണെങ്കിൽ ഇത് വാങ്ങാൻ കിട്ടും. ഇതെന്ന് പറയുന്ന ഒരു വൈബ്രേറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാറ്ററിയാണ്. ഇത് വെച്ചിട്ടും ചെറുതായിട്ടൊരു മസാജ്. എപ്പോഴും അപ്വേർഡ് സ്ട്രോക്സ് ആയിരിക്കണം. ഈ തരത്തിലൊരു മസാജ് കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആ സ്കിന്നിൽ എന്തെങ്കിലും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, അങ്ങനത്തെ എന്ത് സംഭവം ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് വരാൻ അത് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ കണ്ണിൻ്റെ പുറത്തുമൊക്കെ കൊടുക്കാം. ലൈറ്റ് സ്ട്രോക്സ് ആയിരിക്കണം. എവിടെ ചെയ്യുമ്പോഴും എന്താ ചെയ്യേണ്ടത്? ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ കണ്ണിൻ്റെ ദിശയിലൊക്കെ ഞാൻ ചെയ്യുമ്പോൾ എന്താ ചെയ്തത്? റൗണ്ടായിട്ട് 2 പ്രാവശ്യവും 3 പ്രാവശ്യവും ഞാൻ ക്ലോക്ക് വൈസ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീണ്ടും അതിന് ആൻറ്റി ക്ലോക്ക് വൈസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ എപ്പോഴും വന്നിട്ട് അപ്വേർഡ് സ്ട്രോക്സ് ആയി. അപ്പോൾ അത് ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഞാൻ ഐസിങ്. അതായത് ഇതൊരു ടോണർ മാതിരിയാണ്. തണുക്കുന്നുണ്ട്. ഇത് നേരിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ഐസ് ക്യൂബ് അത് വന്നിട്ട് നമ്മുടെ ടിഷ്യൂവിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള ചെറിയ ഒരു ടവൽ മാതിരിയുള്ള അതിൻ്റെ അകത്ത് വെച്ചിട്ട് ഇത് കൊടുക്കാം. കുറച്ച് നേരം അത് കിടന്നാലും കുഴപ്പമില്ല. ഇല്ല നിങ്ങൾക്ക് വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യണം.
ഒരു മേക്കപ്പ് ഇടുമ്പോൾ പോലും ഇതൊക്കെ ശരിക്കും ഇതും ഒരു പ്രൊസീജിയറാണ്. പിന്നെ നമ്മൾ ഒരു ബ്രൈഡിന് ആ സമയത്ത് ക്ലെൻസറൊക്കെ യൂസ് ചെയ്ത് ക്ലീനപ്പ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയുള്ളത് അവർക്ക് നേരത്തെ പറഞ്ഞു കൊടുക്കുക. അവർ വീട്ടിൽ നിന്ന് തന്നെ അത് ക്ലെൻസർ വെച്ചിട്ട് എല്ലാം ചെയ്തിട്ട് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് വന്നിട്ട് മോയ്സ്ചറൈസർ എടുക്കുവാണ്. അതും ആദ്യം ഒന്ന് ഡോട്ട്സ് ആയിട്ട് ഇടുക. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ട, ഒരു ഫേഷ്യൽ ചെയ്യുന്ന സ്ട്രോക്സ് മാതിരി വേണം അത് അപ്ലൈ ചെയ്ത് എടുക്കേണ്ടത്. ഈ മൗത്തിൻ്റെ കോർണേഴ്സും നമ്മൾ ശ്രദ്ധിക്കണം. എപ്പോഴും പെട്ടെന്ന് ഡ്രൈ ആകുന്ന ഈ 2 സ്ഥലത്താണ്. അപ്പോൾ ആ ഭാഗത്തൊക്കെ നല്ലോണം മസാജ് ചെയ്ത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസർ എന്ന കണ്ണിൻ്റെ ചുറ്റും വേണമെങ്കിൽ ഇടാം. അതല്ല നമുക്ക് ഇനിയും കുറച്ചുകൂടെ ഒരു സ്കിൻ കെയർ ആണ് ആവശ്യമെങ്കിൽ ഐസിന് ചുറ്റും ഇടാനായിട്ടുള്ള ക്രീംസും ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ മിനിമലിസ്റ്റിൻ്റെ വിറ്റാമിൻ ഇ കലർന്ന ഒരു ക്രീമുണ്ട്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നല്ലതാണ്, ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് കണ്ണിന് ചുറ്റും മാത്രമായിട്ട് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ അവോയ്ഡ് ചെയ്തിട്ട് നമുക്ക് അത് മാത്രമായിട്ട് അത് വേണമെങ്കിൽ കണ്ണിൻ്റെ മേളിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഫുൾ ആൻഡ് ഫുള്ള് നമ്മൾ പുരട്ടി അത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1.5 മിനിറ്റ് അത് കഴിയുമ്പോൾ അത് നന്നായിട്ട് അത് സെറ്റായതിന് ശേഷം അടുത്തത് വന്നിട്ട് ഫോട്ടോ സ്റ്റേബിൾ. ഇത് നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് സൺസ്ക്രീനിൻ്റെ തന്നെ സെറം വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ അത് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ കാണിക്കുന്ന ഫോട്ടോ സ്റ്റേബിൾ എന്നുള്ള സൺസ്ക്രീനാണ്. ഇപ്പം നമ്മൾ ഇങ്ങനെ തന്നെ പുറത്തേക്ക് പോകാനും നമ്മൾ റെഡിയാണ് ആക്ച്വലി പറഞ്ഞാൽ. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പകൽ സമയത്താണ് ഈ സ്കിൻ കെയർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്താണ് നമ്മൾ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ സ്കിൻ ടിൻറ്റ് അല്ലെങ്കിൽ CC ക്രീം അല്ലെങ്കിൽ BB ക്രീം ഇങ്ങനെയുള്ളതെല്ലാം ഈ ഒരു പ്രിപ്പറേഷൻ കഴിഞ്ഞ സ്ഥലത്താണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. നൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് അതേപടി ഇട്ടിട്ട് കിടക്കുകയും ചെയ്യാം. ആ നൈറ്റ് കിടക്കുമ്പം ഞാൻ പറഞ്ഞ മാതിരി ഈ സൺസ്ക്രീനിന് പകരം നിങ്ങൾക്ക് വേറൊരു സെറം ആണ് ആവശ്യമുള്ളതെങ്കിൽ ആ സെറവും നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടക്കാം. പിറ്റേ ദിവസം രാവിലെ സാധാ ഉപയോഗിക്കുന്ന മാതിരി ഈ ക്ലെൻസർ വെച്ചിട്ട് തന്നെ വാഷ് ചെയ്ത് കളയുക. കാരണം അന്നേരം നമ്മുടെ സ്കിന്ന് ഒരു ബേബി സ്കിൻ പോലെ തന്നെ അതേ സോഫ്റ്റായിട്ട് അതേ ഇതിൽ നമുക്ക് കിടക്കാനും പകൽ നമുക്ക് ഇങ്ങനെ ഒരു ഇതാണ് നമ്മൾ മുന്നേ കൊണ്ടുപോകേണ്ടത്. കാരണം ഇപ്പോൾ ഏത് തരം ഫേഷ്യൽസ് ഇറങ്ങി എന്ത് തരം കാര്യങ്ങൾ നമ്മൾ പാർലറിൽ പോയി ചെയ്താലും നമ്മുടെ സ്കിന്നിനെ നമ്മൾ നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നല്ല സോഫ്റ്റായിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് എന്താണെന്ന് പറയുക. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.